ഹേ ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ റിയൂട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. റിയൂട്ടൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഞങ്ങളുടെ മരുമകനാണ് കേട്ടോ. മരുമകൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നും അല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മോനാണ് നമ്മുടെ റിയൂട്ടൻ. അപ്പം ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും കുഞ്ഞു മെമ്പറാണ് റിയൂട്ടൻ. അപ്പോൾ റിയൂട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഗ്യാദർ ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫംഗ്ഷൻ്റെ വ്ളോഗാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി ഈ സമയത്ത് നാട്ടിലുണ്ടായത് തന്നെ റിയുവിൻ്റെ ബർത്ത്ഡേ നമുക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് YMCA റോഡിലുള്ള മെറിന റെസിഡൻസിയിൽ വെച്ചിട്ടായിരുന്നേ. വൈകുന്നേരം ഒരു 6 മണിക്കായിരുന്നു നമ്മൾ ഗസ്റ്റിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളെക്കാളും കൂടുതൽ എക്സൈറ്റഡ് കുട്ടികളായിരുന്നു കേട്ടോ. കുട്ടികൾ അവിടെ ഇവിടെ ഓടി കളിച്ചൊക്കെ നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഡെക്കറേഷൻ ചെയ്ത സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ബലൂൺസൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ടെൻഷനാണ് വന്നത്. ഇനി എപ്പോഴാണ് ഈ ഡെക്കറേഷനൊക്കെ കൊളാക്കാന്ന് അറിയില്ലല്ലോ. ഞാനാണെങ്കിൽ വാമിക്കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ച് ഇതാക്കുന്നുണ്ടായിരുന്നു. കാരണം ബലൂണൊക്കെ പിടിച്ച് വലിക്കാൻ നോക്കിയാലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അവരൊന്ന് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്യുന്ന വരെ ഒരു ഡെക്കറേഷൻ നിലനിൽക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. കുട്ടികൾ മൊത്തം ഓടി കളിക്കണോണ്ടേ. അപ്പം അവർ അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഏട്ടനും വാമിക്കുട്ടിയും റെഡ് ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചത് അവരുടെ തീമിന് അനുസരിച്ചിട്ട് ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യാമെന്നായിരുന്നു. പിന്നെ അവരുടെ ഒരു തീമിൻ്റെ കളർ എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ആ ഒരു ടൈപ്പ് ഡ്രസ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഷാരുവിനോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടേതായ ഇഷ്ടത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ഫാമിലി എൻട്രിക്കുള്ള ടൈം ആയിട്ടോ. നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടാണ് 4 പേരും വന്നിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ആൻഡ് നമ്മുടെ സ്കൈ ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഡ്രസ്സാണ് കേട്ടോ 4 പേരും ഇട്ടത്. അടിപൊളിയായിട്ടില്ലേ അവരുടെ ഒരു ഫാമിലി കോംബോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അതായത് 2 കുട്ടികളാണ് സിസ്റ്ററിനുള്ളത്. ആദ്യത്തെ ആളുടെ പേര് ആരുഷി എന്നാണ്. പിന്നെ രണ്ടാമത്തെ ആളുടെ പേര് റയാൻ എന്നാണ്. അപ്പം നമ്മളുടെ റയുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഗ്യാദർ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ റെയ്യു ഇതേ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ നല്ലോണം സഹകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കരച്ചിലും പിഴിച്ചിലും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വാമിക്കുട്ടീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് വാമിക്കുട്ടി ഫുൾ അലമ്പായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ ഭാഗം കൊണ്ട് റെയ്യൂട്ടം വലിയ അലമ്പൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു കൊടുത്തത്. അതന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ചെറിയ വലിയ ഫാമിലിയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത്? എന്തായാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയ്ക്കും 3 കുട്ടികളാണ്. എൻ്റെ ഹസ്ബൻഡാണ് നടുവിലത്തെ ആള്. അപ്പം ഒരു ചേട്ടനും ഒരു അനിയത്തിയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിനുള്ളത്. അപ്പം ചേട്ടന് ഒരു മോനാണുള്ളത്. അവൻ്റെ പേരാണ് വേദിക് കൃഷ്ണ. അതായത് ഞങ്ങൾ വേദുട്ടൻ എന്നാട്ടോ വിളിക്കാറുള്ളത്. അതേപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിന് 2 കുട്ടികളാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ 2 മക്കൾ. പിന്നെ ഞങ്ങളുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഞങ്ങളുടെ മോളുടെ പേര് വാമിക്ക എന്നാണ് കേട്ടോ. ഞങ്ങൾ വാമിക്കുട്ടി എന്നാണ് വിളിക്കാറുള്ളത്. അങ്ങനെ ഒരു കുഞ്ഞു വലിയ ഫാമിലിയാണ് കേട്ടോ ഞങ്ങളുടേത്. ഞങ്ങൾ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ കുറേ റിലേറ്റീവ്സിനെ ഒന്നും കുറേ കാലമായിട്ട് കാണാനേ പറ്റാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചൊക്കെ കാണാൻ പറ്റിയിട്ടോ. അവരുടെ കൂടെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മമ്മയ്ക്ക് മാത്രമേ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന്. കാരണം വേറെ ഒന്നുമല്ല, അച്ഛൻ ചെറുതായിട്ടൊന്ന് വീണിട്ട് കാലിന് ചെറിയതായിട്ടൊരു സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇതൊക്കെ ഏട്ടൻ്റെ കസിൻസിൻ്റെ മക്കളാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് എന്തൊക്കെയൊക്കെയോ ഞങ്ങളോട് ഇങ്ങനെ കഥ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ വാമിക്കുട്ടിക്ക് ബർത്ത്ഡേൻ്റെ റിട്ടേൺ ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അവളിതേ അമ്മ സൂക്ഷിച്ച് വെക്കണേന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ. നന്നായിട്ട് പാട്ട് പാടും. അവളിങ്ങനെ ഓർക്കസ്ട്രയിലൊക്കെ പാട്ട് പാടാറുണ്ട് കേട്ടോ. അപ്പോൾ അവളെ കൊണ്ട് ഒരു പാട്ടൊക്കെ പഠിപ്പിക്കുകയാണ് കേട്ടോ ഏട്ടൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എന്താണെന്നറിയില്ല, ചുമ്മാ അങ്ങനെ നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റിലൂടെ അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് കണ്ടത്. അപ്പോൾ കണ്ട ഉടനെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഇനി അമ്മ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇത്. അപ്പോൾ അമ്മ അതാ വാവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അതൊക്കെ കയ്യിലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഏട്ടൻ്റെ അച്ഛൻ എവിടെയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അച്ഛൻ ഇവർ ചെറുതാകുമ്പോഴേ മരിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് അച്ഛനെ ഈ ഒരു വീഡിയോയിലൊന്നും കാണാത്തത്. ഇപ്പോൾ സ്റ്റേജിലുള്ളത് എൻ്റെ അമ്മമ്മയും അതേപോലെ ഏട്ടത്തിൻ്റെ അമ്മയും ആണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അതേ സ്റ്റേജിലൊക്കെ കയറി നല്ല ഫോട്ടോസൊക്കെ എടുക്കുകയാണേ. പിന്നെ ഏട്ടൻ്റെ വകി ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാ അപ്പോൾ ഏട്ടൻ ഇരുന്ന് പാടുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടു നോക്കൂ ഏട്ടൻ്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന്. ഞാൻ യൂട്യൂബിലിടും. നന്നായിട്ട് നല്ല സുന്ദരി. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ് കേട്ടോ. ഏട്ടന് നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. അപ്പം ഏട്ടനും ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫാമിലിയിലുള്ള എല്ലാവരും നന്നായിട്ട് ഈ ഒരു ഫംഗ്ഷൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇത് നമ്മുടെ ബർത്ത്ഡേ ബോയിനെ നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഏട്ടൻ ഇങ്ങനെ എടുത്തു കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ റെയ്യൂൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ ഇതേ 3 പേരും കൂടെ റെയ്യൂനോട് എന്തൊക്കെയൊക്കെയോ സംസാരിച്ചിട്ട് ആ വീഡിയോയിലേക്ക് നോക്ക് മാമി വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, ഫോണിലേക്കൊക്കെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും മനസ്സിലാവുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലേ. അപ്പോൾ അതാ ഭയങ്കര സ്നേഹപ്രകടനത്തിലാണ് കേട്ടോ മാമനും മോനും കൂടെ. അപ്പം ഞാനത് ചുമ്മാ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചാണ് കേട്ടോ. പിന്നെ ഇതാ ഇത് ഏട്ടൻ്റെ അമ്മയും അമ്മമ്മയും പിന്നെ
മാമി എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് എന്തൊക്കെയൊക്കെയോ സംസാരത്തിലൊക്കെയാണേ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് വാമിക്കുട്ടി ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ. വാമിക്കുട്ടിക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളുടെ ഏട്ടനും ചേച്ചിയും കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന കണ്ടപ്പോൾ അവൾക്കും കഴിക്കണം. അപ്പോൾ ഏട്ടത്തി 3 പേർക്കും കൂടെ കഷ്ടപ്പെട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 3 പേരെയും എന്താ പറയുക നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. എവിടേക്കാണ് ഓടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ റെയും കൂടെ വലുതായി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടി വരില്ലേ. അമ്മ പറയും ഇടയ്ക്ക് നമ്മളെ വീട്ടിലൊരു പ്ലേ സ്കൂൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഇങ്ങനെ പോയാൽ എന്നൊക്കെ കേട്ടോ. അങ്ങനത്തെ കളിയാണ് എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാലേ. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. വീഡിയോസും ഫോട്ടോസൊക്കെ ക്യാമറമാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുക്കുകയാണ് ഫാമിലി ആയിട്ട്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇന്ന് ഫുഡ് കഴിക്കാനിരുന്നത്. എല്ലാവരും ഉണ്ട്. അപ്പം അമ്മേനെയാണ് ഞങ്ങൾ തപ്പിക്കൊണ്ട് നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇരുന്നിട്ടും അമ്മേനെ കാണുന്നില്ല. അമ്മ ഓരോരുത്തരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ഫുഡ് കഴിച്ചിട്ടും ഇല്ല. അപ്പം എല്ലാവരും കഴിച്ചാൽ ഞങ്ങൾ ലാസ്റ്റാണ് ഇരുന്നത്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ആണ് അമ്മേനെ പോയി വിളിച്ചു കൊണ്ടുവന്നിട്ട് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയത് കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മറ്റേ കിട്ടിയ ഫോട്ടോസ് അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കുറച്ചുകൂടെ ഫോട്ടോസ് എടുക്കാൻ വെച്ചിരുന്നത് നമ്മൾ ഫാമിലി ആയിട്ട് എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോൾ ഫാമിലി. ശരിക്കും ഈ ഒരു ഫോട്ടോയിൽ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ ഈ ഫോട്ടോ പിന്നീട് കാണുമ്പോൾ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അച്ഛനെ ശരിക്ക് മിസ് ചെയ്യണോ. എന്തായാലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എന്നാൽ കൂടെ ഒരു പ്രത്യേക സ്നേഹം എനിക്ക് അച്ഛനോട് ഉണ്ട് കേട്ടോ. എന്തൊക്കെ ഇപ്പം ഞാൻ എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അച്ഛനെയും കൂടെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ പ്രാർത്ഥിക്കാറുള്ളത്. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കൂടിയിട്ട് ഒരു എന്താ പറയുക, ഒരു ഗാർഡിയൻ ഏഞ്ചലായിട്ട് എന്നും ഞങ്ങളുടെ കൂടെ അച്ഛനുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഒരു സിംഗിൾ ചൈൽഡാണ്. അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ ഒരു മോളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സിബ്ലിങ്സ് ആരും ഇല്ലാത്തതിനൊരു വിഷമം എനിക്ക് കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം ഇപ്പോൾ ഇത്രയും മെമ്പേഴ്സുള്ളൊരു ഫാമിലിയിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കണക്കാക്കുന്നത്. അപ്പം എന്തായാലും അതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദി തോന്നാറുണ്ട് കേട്ടോ പലപ്പോഴും. പിന്നെ ഞങ്ങൾ ഡാൻസൊക്കെ തുടങ്ങി കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഭയങ്കര ഡാൻസായിരുന്നു. എന്തൊക്കെയോ പാട്ട് വെച്ചിട്ട് തോന്നിയ പോലെയുള്ള കളിയായിരുന്നു കേട്ടോ. ഗസ്റ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക്. പിന്നെ അത്രയും ക്ലോസ് ആയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പറയേണ്ടല്ലോ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇങ്ങനെ നമ്മുടെ ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ വാമിക്കുട്ടീനെ കഴുത്തിലൊക്കെ ഇരുത്തിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഡാൻസ് ആയിരുന്നു. അത് കണ്ടപ്പോൾ വിവേട്ടനും ആര്യക്കുട്ടീനെ കഴുത്തിലിരുത്തിയിട്ട് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ശരത്തേട്ടനും വേദുവിനെ കഴുത്തിലിരുത്തിയിട്ട് കളിക്കാൻ. വീഡിയോയിലേക്ക് നോക്ക്, ഇതിലേക്ക് നോക്ക്, ഇവര് നോക്ക്, ഇവനെ നോക്ക്. ആര് ചേച്ചി എടേ, ആര് ചേച്ചി, ആര് ചേച്ചി ഇതാ, ആര് ചേച്ചി അയ്യോ ഇന്നെ കഴിപ്പിച്ചെന്നെ, ഇന്നെ കഴിപ്പിച്ചെന്നെ. വേദുട്ടയിലേക്ക് നോക്ക്. യോ പറ, യോ പറ, യോ. ഹായ് ഇതിലേക്ക് നോക്ക് കണ്ണാ. ഉമ്മറ്റമ്മ ഉമ്മറ്റമ്മ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായോ? മാമീനോട് പറയാ അതില്. ഇഷ്ടായോ? സൈക്കിൾ ഇഷ്ടായോ? ആ സത്യല്ലേ. അവന്റെ കാല്
അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഏട്ടൻ്റെയും വാമിക്കുട്ടീൻ്റെയും വകയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലിരുന്നപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ റെയ്യു. അപ്പം എന്താ കുട്ടികളെല്ലാവരും കൂടെ പിടിച്ചിട്ട് അവനെ ഇങ്ങനെ റൈഡ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ പുതിയൊരു വണ്ടി കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ റെയ്യു. എന്തായാലും ഏട്ടനും ചേച്ചിമാരും എല്ലാവരും കൂടെ അവനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ വാമിക്കുട്ടിയും റെയും കൂടെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. വാമിക്കുട്ടി ഉമ്മ വയ്ക്കാൻ പോയപ്പോൾ റെയ്യു എന്തോ അവളെ മൂക്കിന് തൊട്ടു എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്ക് പരാതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. വാമിക്കുട്ടിക്കാണെങ്കിൽ റെയ്യു എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ. റെയ്യുവിനെയും വേദൂട്ടനെയും ആരുവിനെയൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ വാമിക്കുട്ടിക്ക്. പിന്നെ അതേ അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ഈ ബർത്ത്ഡേൻ്റെ അടിപൊളി വ്ളോഗ്സ് ഒക്കെ ഏട്ടൻ്റെ സിസ്റ്ററിൻ്റെ ചാനലിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഡിയേഴ്സ്.